ആരുടെ കേൾക്കണേടാ? ഇങ്ങാട് വരണ്ടേ, നീ കേറ്. ഫോൺ വിളിച്ചെടുത്താൽ എന്താ? ഞാൻ ഇങ്ങാടല്ലേ വന്നെ, പിന്നെ നീ ഫോൺ എടുക്കണ. നീ ഫോൺ വിളിച്ച കേട്ടേ ഇല്ല. ചിലപ്പോ സൈലന്റ് ആയിരിക്കും, നീ കേറിയ വെറുതെ സമയം കളയില്ല. എനിക്ക് തേങ്ങ ഒരാൾ പോസ്റ്റ് ആക്കുന്നതിന് പരിധി നിഷാദേ. ഞാൻ നിന്നെ എന്ത് പോസ്റ്റ് ആക്കി പറഞ്ഞാൽ കുറച്ച് വഴുകി പോയാണ് നീ കിടന്ന് ഷോ. ഞാൻ നിന്നെ ഇന്നലെ വിളിച്ച് പറഞ്ഞാൽ എനിക്ക് വന്നെന്ന്. എടി ഞാൻ ഇന്നലെ കിടന്നുറങ്ങിയപ്പോ സമയം വഴുകിപ്പോ, അതാണ് നീ കേറി വെറുതെ പ്രാന്ത് പറ്റില്ല എന്നെ. എന്റെ സ്ഥലത്ത് നീ ആണെങ്കിൽ സമ്മതിക്കോ? പറ്റിപ്പോയി, അതിന് നീ ഇത്ര ഷോ ഒന്നും കാണിക്കണ്ട. ഞാൻ ഇനി എന്ത് ചെയ്യാനാണ്? ഓക്കെ, നീ സോറി പറ. സോറിയാ? നീ സോറി പറ. സോറി പറയാൻ നിന്റെ അടുത്ത് എന്ത് ചെയ്തിട്ടാണ്? സോറി പറയേണ്ടത് തീരുമാനമാവില്ല. സോറി തേങ്ങൊന്നുമില്ല, നീ വേണമെങ്കിൽ കേറല്ലേ, പോവല്ലേ. ഒന്ന് പോടാ ഒന്ന്. അശ്വതി നിന്നെ, നീ എന്തി കാണിക്കണം? നീ അല്ലേ വരെ പൊക്കോളെ. നീ വെറുതെ സീൻ ഉണ്ടാക്കല്ലേട്ടോ, ആൾക്കാരൊക്കെ നോക്കണം. അപ്പൊ നിനക്ക് എന്ത് ചെയ്യാം? നിനക്ക് ഇഷ്ടമുള്ള സമയത്ത് വരാൻ, ഇഷ്ടമുള്ളത് പോവാം. എന്റെ സമയത്തൊരു വിലയില്ല. ഒരു അബദ്ധം പറ്റിപ്പോയി. ഇതാണ് അബദ്ധം. കുറെ നാളെ ഞാൻ സഹിക്കുന്നു. എനിക്കിപ്പോ എന്താ വേണ്ട? ഞാൻ സോറി പറഞ്ഞ നീ പ്രശ്നം തരില്ലേ? സോറി, വാ പോവാ. എന്താണ് ഇവിടെ പ്രശ്നം? പ്രശ്നമൊന്നുമില്ലാട്ടോ ഇവിടെ. പ്രശ്നമൊന്നുമില്ലാണോ നീ എന്റെ വീട്ടിൽ കൂടെ ഒച്ചപ്പാണ്ടാക്കണത്? ഹലോ, ഇത് ചേട്ടന്റെ വീടൊന്നും അല്ലത്, പൊതുവഴിയല്ലേ? ഡേഡി നീ കൂടുതൽ ചിലക്കാൻ നിൽക്കില്ലട്ടോ. എടിപ്പെടുന്നത് എന്റെ വീട് വിളിച്ചത് കേട്ടോ. എന്തോ ചേട്ടാ വെറുതെ പ്രശ്നം. പോടാ പോടാ നമുക്ക് കളിക്കണ്ടി പോടി പോടി പോടി. എടാടാ പോടാ, വിളിച്ചോണ്ട് പോ. നീ കൈയൊന്നും വിട്ടേ. നീ എന്തിനാ ഈ വഴി കാണുന്നവരോടൊക്കെ പ്രശ്നം ഉണ്ടാക്കണം? ഇപ്പൊ ഞാനല്ല പ്രശ്നം. ഞാനാ പ്രശ്നം? ഞാൻ നേരത്തെ വന്നായിരുന്നു ഈ പ്രശ്നമൊന്നും കാണുന്നില്ല. അതുകൊണ്ട് തന്നെയാ. ശരി, എന്നാലും അയാൾ രണ്ട് വർത്താനം പറയായിരുന്നല്ലേ? അടുത്ത വഴിക്ക് പറയാം. ഓ, ഇത് തീരാൻ ഉദ്ദേശമില്ലല്ലേ?